ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്സ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഇതാ നമ്മൾക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. തക്കാളി ഉണ്ട്, അതുപോലെ സവാള ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ക്യാപ്സിക്കം, അതുപോലെ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ അതിലേക്ക് ആഡാക്കി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മൾ ഓട്സൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, പാലും കൂടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണ് ചോപ്പ് ചെയ്ത് സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തത് തന്നെയാണ്, വലിയ കഷ്ണങ്ങളാക്കരുത്. ഇനി ഇതാ കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ്. അപ്പോൾ കൂടുതലൊന്നും എരിവ് നമുക്ക് ഇതിലേക്ക് വേണ്ട. അങ്ങനെ ഞാനിതാ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയില ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മല്ലിയില എൻ്റെ കയ്യിലുള്ള കാരണം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതാ നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇതാ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ടീസ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നല്ലോണം ഇതിലേക്ക് മെൽറ്റായിട്ട് വരാനുണ്ട്. കുറച്ച് നേരം തന്നെ ഇതുപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കാം നമുക്ക്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടറോ എന്തായാലും വേണ്ടില്ല ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് ബ്രഷ് ഇട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം പാന് ചുറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നിങ്ങനെ കുറച്ചൊന്ന് ഇതായി വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീ നമ്മൾ നല്ല സിമ്മിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ ഭാഗം കൂടെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതാ ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.